വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂക്കാട്ടുപടി ആലുവ ബസ് റൂട്ടിൽ കുഞ്ചാട്ടുകര ജംഗ്ഷന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ 4 BHK പ്ലസ് യൂട്ടിലിറ്റി റൂമോട് കൂടിയ ഒരു വീട് പരിചയപ്പെടുത്താനാണ്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് വെറും 350 മീറ്ററും, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.2 കിലോമീറ്ററും, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.6 കിലോമീറ്ററും, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 5.4 കിലോമീറ്ററും, ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും, കാക്കനാടേക്ക് 11 കിലോമീറ്ററും, എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററും, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം. ഈ ഒരു മനോഹരമായ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിൻറ് വർക്കും, സ്കോട്ടൂബ് ഡിസൈൻ, സിലിണ്ടറിക്കൽ ലൈറ്റും 2-way ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. 3.5 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. ഡെഡ് എൻഡിനോട് ചേർന്നാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ ഗസ്റ്റ് പാർക്കിങ്ങിനുള്ള സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിന്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്കോട്ടൂബ് ഡിസൈനും ക്ലാഡിംഗ് ടൈലും 2-way ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലർ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 5.4 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ LED ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിന്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ 10 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കോമ്പൗണ്ട് വാളിൽ പ്ലാന്റ് ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 അടിയോളമാണ് വിട്ട് വരുന്നത്. ഹാഫ് പോർഷനോളം ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷൻ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു പ്രൊവിഷനിൽ വാഷിംഗ് മെഷീനുള്ള പോയിന്റും എല്ലാം നൽകിയിട്ടുണ്ട്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ലെതർ ഫിനിഷ്ഡ് ഗ്രാനൈറ്റിലാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 2-3 ചെയർ ഇടാനുള്ള സ്പേസ് ഉണ്ട്. കോർണറിലായിട്ട് വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ LED ലൈറ്റും നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ 2 വുഡൻ ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 10.5 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. ലൂവോഡ് ഡിസൈനിലുള്ള പാനലിങ്ങും താഴെയായിട്ട് സ്റ്റോറേജും ഡെക്കർ സ്പേസും എല്ലാം നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് സ്പേസ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായി കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഈ ഒരു ഡൈനിങ് സ്പേസിന് 14.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോ ഫ്രെയിംസ് പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലായിട്ട് 2 വാൾ ഫാൻസും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്ത് സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും സ്പോട്ട് ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ്. താഴെയായിട്ട് സ്റ്റോറേജും ഓപ്പൺ ബോക്സും ബാക്ക് സൈഡിലെല്ലാം തന്നെ ലൂവോഡ് ഡിസൈനുള്ള പാനലിംഗ് ഭംഗിയുള്ള മിററും നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടർ ഏരിയയിൽ മുകളിൽ സീലിംഗിലായിട്ട് ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ മറ്റൊരു ബെഡ്റൂം വരുന്നത്.
ഈ വീട്ടിലെല്ലാം തന്നെ വീഗാർഡിൻ്റെ വയസ്സും വീഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലെല്ലാം തന്നെ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ കണക്ട് ചെയ്ത് വരുന്ന പാനലിംഗിൽ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് തന്നെ ഒരു 2 ഡോർ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിൻ്റെ താഴ്ഭാഗത്തെല്ലാം തന്നെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റ് ഈ ഒരു കിച്ചണിൽ വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് 9 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിം പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ ബീഡിങ്, സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഒരു ബാത്റൂമിലെല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകി വിൻഡോ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ ബീഡിങ്ങും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിൻ്റെ ഫിറ്റിംഗ്സിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിലും ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈല് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് എല്ലാം തന്നെ വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് ടൈല് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ നോർത്തിലേക്ക് താഴെയായിട്ട് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് വലുപ്പമുള്ള 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈസ്റ്റിലേക്ക് പെർമനന്റ് ഗ്ലാസ് വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. മുകളിൽ ഭംഗിയായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ എത്തിച്ചേരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ട് നമ്മൾ സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്റ്റോറേജും ബുക്ക് ഷെൽഫും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി റൂം വരുന്നത്. മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകളും ഭംഗിയുള്ള സീലിംഗ് ഫാനും എല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു പാസേജിലൂടെയാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണുള്ളത്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ സീലിംഗ് വർക്കുകളിൽ സ്പോട്ട് ലൈറ്റ് ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുള്ള ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിന് ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14.5 അടിയിലേറെ നീളവും 10.5 അടി വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ലാപ്ടോപ്പ് ടേബിളും മറ്റൊരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ട് ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂം വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു റൂം വരുന്നത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു കോർണറിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്.
കൂടാതെ വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഓപ്പൺ ബോക്സ് നൽകിയിട്ടുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിതൊരു സർവൻറ്റ് റൂമോ ഗസ്റ്റ് റൂമോ ഒക്കെ മാറ്റി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സർക്കുലർ ഓപ്പണിംഗ് വരുന്നുണ്ട്. അതിൽ സ്ക്വയർ ട്യൂബ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. മുകളിൽ സീലിംഗിൽ സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിങ്ങോട് കൂടി ഈ ഒരു വീടിന് ചോദിക്കുന്നത് 90 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.